ബാക്കി ഈ വെളിച്ചെണ്ണ വീട്ടിൽ നിന്ന് ശ്രീധനായി കുറച്ച് കിട്ടിങ്ങി പോണമോട്ടാ. കുഴപ്പമില്ല, വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടുണ്ട്. അന്ന് ശ്രീധനായിട്ട് കൊണ്ടുവരണ്ട. അയ്യോ കുറച്ച് വെളിച്ചെണ്ണതായ മമ്മിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേങ്ങ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കിട്ടാം. കുഴപ്പമില്ല, മമ്മി ആദ്യം ചോദിക്കാറുള്ളൂ. ചോദിക്കാം വേണമെന്നുള്ള മമ്മി ചോദിക്കുക. അപ്പം ഇവിടെ തേങ്ങ പത്ത് എന്തിനു വെറുതെ എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇപ്പം അവളോട് ഞാൻ പറയാം തേങ്ങ വേണമെന്ന് പറയടി, വെളിച്ചെണ്ണ വേണമെന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉള്ളി കാച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പേടിയാവുണ്ട്. ജോസഫ് ഇതുകൊണ്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ വെച്ചോന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളേ ഒരു സാധനം വേറെ മേടിക്കും. റൈസ് ബ്രാണ കുക്കിംഗ് ഓയിൽ കണ്ട. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ചിക്കൻ വറുക്കാനും ചിക്കൻ വറുക്കാൻ മാത്രമല്ല കൂട്ടാൻ വയ്ക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് കുറവില്ല കേട്ടോ. അതിന് 150 രൂപയുള്ള ഈ പാക്കറ്റ് വെക്കില്ല. അപ്പോൾ ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. പക്ഷേ മീനിലേക്ക് നമുക്ക് എപ്പോഴും കറി കാച്ചുമ്പോൾ വെളിച്ചെണ്ണ എപ്പോഴും നല്ല രസമായിരിക്കും. ഉപ്പേരി കാച്ചുമ്പോഴും ഒക്കെ നമ്മൾ തന്നെ ചെയ്യാറ്. മീനിൽ മാത്രമല്ല. തീ കെടുത്തിയിട്ടിട്ടുണ്ട്. തീ കെടുത്തിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് പക്ഷേ അത് കരിയാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്കത് കഴിഞ്ഞ് മീൻ വറുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ മീൻ കറി കഴിഞ്ഞു. ഒരു കറി കഴിഞ്ഞു. ഒരു കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ചൂടാറുമ്പോൾ നമ്മുടെ കറികളുടെ ശരിയാട്ടെ. ഇപ്പോൾ കാളൻ 2 ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെ കാളൻ വെച്ചാൽ ഇത് പുളിശ്ശേരി കുമ്പളങ്ങ മീൻ കറി ഉണ്ടാവും. നാളെ എന്തെങ്കിലും ഉപ്പേരി വെച്ച് പരിപാടി അവസാനം ചെയ്യാം. ഇനി നമുക്ക് ഈ മീൻ വറുക്കാണ്ട് ആ ചട്ടിയിൽ തന്നെ വറുക്കാന്ന് വെച്ചിട്ട് ഞാൻ